വീട്ടിൽ സോയാ ചങ്ക് പർച്ചേസ് ചെയ്യുന്നത് മെയിനായിട്ടും ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. പൊതുവെ സോയാ ചങ്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കൂടി ഈ കറി ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ സോയാ ചങ്കിന്റെ ആ ഒരു കുത്തുന്ന ടേസ്റ്റ് ഈ ഒരു കറിയിലേക്ക് കടന്നു വരുന്നില്ല എന്നതാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. തിളക്കുന്ന വെള്ളത്തിലേക്ക് സോയാ ചങ്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വെക്കണം. പിന്നെ അത് തണുത്ത് കഴിഞ്ഞിട്ടാകുമ്പം അതിൽ വെള്ളമൊക്കെ സ്ക്യൂസ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് അമർത്തി പിഴിഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും കുക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇതിന്റെ ആ ഒരു കുത്തുന്ന ടേസ്റ്റ് ഭയങ്കരമായിട്ട് കറിയിലേക്ക് വന്നിട്ട് നമുക്കത് കഴിക്കാൻ ടേസ്റ്റ് ഇല്ലാതെ വരും. സോയാ ചങ്കിനെ അല്ലാതെ സോയാ ബീൻ ആയിട്ട് പറയാറുണ്ട്. സോയാ ബീൻ പയറിൽ നിന്ന് അതിന്റെ ഓയിലൊക്കെ എടുത്തിട്ടിരുന്ന ബൈ പ്രൊഡക്റ്റാണ് ഈ സോയാ ചങ്ക്. അപ്പോൾ സോയാ ബീൻ വേറെ, സോയാ ചങ്ക് വേറെ, അങ്ങനെയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒനിയൻ കട്ട് ചെയ്തെടുക്കണം. ഇത് ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ കുനുകുനാന്നും അരിയണ്ട, നേരിയതായിട്ട് ബിരിയാണിക്കൊക്കെ അരിയുന്ന പോലെ അങ്ങനെയും അരിയണ്ട. ഇതുപോലെ ചെറിയ സ്ക്വയേഴ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. സവാള എത്ര വലുപ്പത്തിലാണോ കട്ട് ചെയ്തത് ആ ഒരു വലുപ്പത്തിൽ തന്നെ സ്ക്വയർ ഷേപ്പിൽ തന്നെ ക്യാപ്സിക്കവും കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ ക്യാപ്സിക്കം കട്ട് ചെയ്യുമ്പോൾ അതിലെ സീഡും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു കറി ഉണ്ടാക്കുന്നവർക്ക് വെജിറ്റബിൾ എത്ര കട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്ത് സ്ക്യൂസ് ചെയ്തെടുത്ത സോയാ ചങ്കില്ലേ, അതിപ്പോൾ 2 ഗ്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 ഗ്ലാസ് സവാള കട്ട് ചെയ്തത്, 1 ഗ്ലാസ് ക്യാപ്സിക്കം കട്ട് ചെയ്തത്, പിന്നെ 1/2 ഗ്ലാസ് ടൊമാറ്റോ കട്ട് ചെയ്തത്, ആ ഒരു റേഷ്യോയിൽ എടുത്താൽ മതി. ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ഒന്നും ഫോളോ ചെയ്യണ്ട. വെജിറ്റബിൾ ഒരുപാടും സോയാ ചങ്ക് വളരെ കുറവ് എന്നതിനെക്കാട്ടിലും വെജിറ്റബിളും സോയാ ചങ്കും അത്യാവശ്യം ഈക്വലായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ക്രഷ് ചെയ്താലും മതി. വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ആയിട്ട് എടുത്താൽ മതി. ബോയിൽ ചെയ്തെടുത്ത സോയാ ചങ്കിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പ് എടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കണം. മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ആണെങ്കിൽ കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല എടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം മൈദ എടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ആയാലും മതി, ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി ആയാലും മതി. കയ്യിലുണ്ടെങ്കിൽ ഇതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ പൊടികളും കാര്യങ്ങളൊക്കെ നന്നായി മിക്സ് ചെയ്ത് ഉപ്പും എരിവും ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് സോയാ ചങ്കും ചേർത്ത് അതിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നത് വരെ നന്നായി സ്ക്വീസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മിക്സ് ചെയ്യുമ്പം അതിലേക്ക് വാട്ടർ കണ്ടന്റ് ആവശ്യം വരുമ്പോൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്താൽ അതിനുള്ള എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വരും. അല്ലാണ്ട് ഇതിലേക്ക് എഗ് വൈറ്റോ അല്ലെങ്കിൽ വെള്ളമോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ പാമോയിലാണ് ചെയ്തെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാമോയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് സോയാ ചങ്ക് മാരിനേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുമ്പോൾ തന്നെ ഇതിലേക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുത്ത് അങ്ങനെയും കറിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഈ സോയാ ചങ്ക് നല്ല ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ചെയ്തെടുത്ത് സോയാ ചില്ലി രൂപത്തിലും ഉണ്ടാക്കിയെടുക്കാം. സോയാ ചങ്ക് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ തന്നെ സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് ട്രാൻസ്പെറന്റ് ആയി വന്ന് അതിലേക്ക് ടൊമാറ്റോയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനിലല്ല ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഓനിയൻ ചേർത്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ജിഞ്ചർ ഗാർലിക് ആദ്യമേ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് പാത്രത്തിന്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക സോയാ ചങ്ക് നല്ല ക്രിസ്പി ഫ്രൈ ചെയ്തിട്ട് ഈ കറി ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ടേസ്റ്റ് വേറെ ലെവലും ആണ്. ഞാൻ ഈ കാണിച്ചതുപോലെ 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ മാത്രം ഈ സോയാ ചങ്ക് ഡീപ് ഫ്രൈ ചെയ്ത് ക്രിസ്പി ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചധികം സമയം കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ടൈം കുറവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ കുറച്ചധികം എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ സോയാ ചങ്ക് മാരിനേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്ത് വറുത്ത് കോരി എടുത്തിട്ടും ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ ചേർത്ത തക്കാളി ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇതെല്ലാം സെറ്റായതിനു ശേഷം അവസാനം അതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു തട്ടിക്കൂട്ട് സോയാ ചില്ലി റെഡി. പിന്നെ ഈ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ സൈസിലുള്ള കുറേ ടൈപ്പിലുള്ള സോയാ ചങ്ക്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ ബോൾസ് ആയിട്ടുള്ള സോയാ ചങ്ക് മാത്രമാണ് ഈ കറിക്ക് വേണ്ടി യൂസ് ചെയ്യാറ്. അതിന് ആ സോയാ ചങ്കിന്റെ കുത്തൽ ടേസ്റ്റ് വളരെ കുറവായിട്ട് തോന്നാറുണ്ട്. ഈ കറി കഴിക്കുമ്പം അങ്ങനെ ഒരു ഫ്ലേവർ ഇതിലേക്ക് കടന്നു വരാത്തത് പോലെ തോന്നാറുണ്ട്. ഗോബി മഞ്ചൂരിയൻ അല്ലെങ്കിൽ ചിക്കൻ ചില്ലി ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ചാനലിലുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം. പിന്നെ ഈ കറി ചോറിന് കോമ്പിനേഷൻ ആയിട്ടല്ല ചെയ്യുന്നത്. ചപ്പാത്തി, പൊറോട്ട, ദോശ
പൂരി അങ്ങനത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിന് അല്ലെങ്കിൽ ഡിന്നർ ഐറ്റംസിനൊക്കെ കോമ്പിനേഷനായിട്ടാണ് ഈ കറി നല്ലത്. മീൽസിന് അത്ര മേച്ചാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.